പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ദൈവിക ശക്തിക്ക് മുമ്പിൽ വിറയ്ക്കുന്ന ആഭിചാര ശക്തികൾ എന്നുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക. അതിൽ നീ വിജയിച്ചേക്കാം. ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി. ചെറുപ്പം മുതലേ നിന്നോടൊത്ത് വ്യാപരിച്ച ആഭിചാരികന്മാർ നിന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിയെ പോകും. നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുക ഇല്ല. മറ്റൊരു വചനം ഇപ്രകാരം പറയുന്നു: അങ്ങ് സ്വന്തം ജനത്തെ, യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. കാരണം രാജ്യം കിഴക്കു നിന്നുള്ള ആഭിചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഫിലിസ്ത്യരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളം ഉണ്ട്. ഒരു സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കാം. അതിശക്തമായ പൈശാചിക ആക്രമണങ്ങളോട് പടവെട്ടി തനിക്കെതിരെ ചെയ്ത മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും ദുരന്ത ഫലങ്ങളെ അനുഭവിച്ചെങ്കിലും അവയുടെ മേൽ വിജയം വരിച്ച ഒരു സഹോദരി ഒരച്ഛനോട് പങ്കുവച്ച ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കൂടോത്രവും മന്ത്രവാദവും എല്ലാം ചെയ്യുന്ന ഒരു മന്ത്രവാദി അനേകർക്കെതിരെ കൂടോത്രം ചെയ്ത അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അനേകം മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ചെയ്യുന്ന മന്ത്രവാദവും കൂടോത്രവും ഒരു വൈദികന്റെ വിശ്വാസമുള്ള പ്രാർത്ഥനയിലൂടെ നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയാൻ ആകും എന്നാണ് പറഞ്ഞത്. മറ്റൊരു സംഭവം ഞാൻ പറയാം. ഇതൊരു അച്ഛന്റെ അനുഭവമാണ്. കടമറ്റം എന്ന ഉഗ്രരൂപിയായ ഒരു പിശാച് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി വൈദികൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് പറഞ്ഞത് ഇങ്ങനെയാണ്: പോയിക്കൊള്ളാമേ, കടമറ്റം പോയിക്കൊള്ളാമേ. നിങ്ങളുടെ ദൈവം ഇത്ര ബലവാനോ, നിങ്ങളുടെ ദൈവം ഇത്ര ശക്തിമാനോ, ഞങ്ങളെ വിട്ടയക്കണമേ എന്നാണ് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത്. ആ സ്ത്രീയിൽ നിന്നും പിശാചുക്കൾ ഒഴിഞ്ഞു പോയ ശേഷം അവൾ വളരെ ശാന്തമായി സുബോധത്തോടെ ഇരുന്നപ്പോൾ അച്ഛൻ ആ സ്ത്രീയോട് വല്ല കാഴ്ചയും നിനക്കുണ്ടായോ എന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞത്: കർത്താവ് ഒരു വലിയ സ്വർഗീയ സൈന്യവുമായി വന്നിരുന്നു. കടമറ്റം ഒഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ സ്വർഗീയ സൈന്യം ഇറങ്ങി വന്ന് അവനെ വളഞ്ഞു കളഞ്ഞതിനാലാണ് എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചത് എന്നാണ് പറഞ്ഞത്. വചനം ഇപ്രകാരം പറയുന്നു: യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. മന്ത്രവാദികളുടെയോ ക്ഷുദ്രക്കാരുടെയോ ആഭിചാരക്കാരുടെയോ എല്ലാം അടുത്ത് ചെല്ലുന്ന ഒരു വിശ്വാസി ആരെ സമീപിക്കുന്നുവോ അവരുടെ ആധിപത്യത്തെയും അധികാരത്തെയും സ്വീകരിക്കുന്നതുകൊണ്ട് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നതിന് സംശയമില്ല. തിന്മയുടെ ശക്തികളെ അയക്കുകയും അസ്വസ്ഥതകൾ നൽകുകയും ചെയ്യുന്ന ആഭിചാരകന്മാരുടെ ആക്രമണത്തിന് മുമ്പിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ശക്തിയെ നാം മറന്ന് കളയരുത്. ദൈവത്തിന്റെ അനന്ത ശക്തിക്ക് മുമ്പിൽ അന്ധകാര ശക്തികൾ ഓടി അകലും. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. ക്രിസ്ത്യാനിയാണെങ്കിൽ ആഭിചാരന്മാരുടെ അടുത്തോ മന്ത്രവാദികളുടെ അടുത്തോ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. മന്ത്രവാദമോ കൂടോത്രമോ ചെയ്ത ഏതെങ്കിലും വസ്തുക്കൾ കയ്യിലോ ഭവനത്തിലോ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുക. ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ പൂർണ്ണമായി രക്ഷ നേടാൻ ആകും. ഞാൻ ഇതിന്റെ ഒരു രത്നച്ചുരുക്കം പറയാം. അതായത്, നമുക്ക് പിശാച് തന്നെ ശക്തനാണെങ്കിലും, മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ പിശാച് ശക്തനാണെങ്കിലും, ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ പിശാചിന് ഒരു ശക്തിയുമില്ല. ചിലര് പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കാം: ദൈവവും പിശാചും ശക്തിക്ക് തുല്യ ശക്തികളാണെന്ന്. അത് ഒരിക്കലും ശരിയല്ല. ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ പിശാചിന് വലിയ ശക്തിയൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ മുമ്പുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പിശാച് എന്ന് പറയുന്നത് ഒരു കൂട്ടിലടച്ച സിംഹത്തെ പോലെയാണ്.
നമ്മൾ കൂട് തുറന്ന് ഉള്ളിലോട്ട് ചെന്നാൽ മാത്രമേ പിശാച് നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മന്ത്രവാദക്കാരുടെ അടുത്തോ ആഭിചാരക്കാരുടെ അടുത്തോ കൂടോത്രക്കാരൻ്റെ അടുത്തോ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കുമ്പസാരിച്ച് പാപമോചനം നേടുക. മറ്റ് മതസ്ഥരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് വളരെ ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഈ പിശാചിന്റെ സഹായം നമ്മൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് മറ്റു മതസ്ഥരാണെങ്കിൽ ദൈവത്തോട് നേരിട്ട് മാപ്പ് ചോദിക്കുക. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.